രാവിലെ വെറുവയറിലെ ഒരു നെല്ലിക്കയുടെ അത്ര ഞാൻ അരച്ച് കഴിച്ചപ്പോൾ എൻ്റെ ഷുഗർ ഒരു 470 ഉള്ള സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ അത് എനിക്ക് കുറച്ചു കാലം തുടർന്ന് കുറച്ച് ദിവസം കഴിച്ചപ്പോൾ എനിക്ക് 145 കുറഞ്ഞു വന്നത് അങ്ങനെയാണ് കേട്ടോ. ഹായ് ഹലോ, രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയ സ്വാഗതം. ഇന്ന് ഞാൻ പറയണത് ഷുഗർ നോർമൽ ആവാൻ ഞാൻ എന്താ ചെയ്യണമെന്ന് കുറെ കുട്ടികൾ എന്നോട് ചോദിക്കുന്നുണ്ട്. എന്റെ വീഡിയോ കാണുന്നവർ മുഴുവൻ എന്റെ പ്രായക്കാരാവും, ഏകദേശം ഒക്കെ ഷുഗർ ഉള്ളവരാവും. അപ്പൊ എനിക്ക് ഷുഗർ കുറഞ്ഞത് എങ്ങനെയെന്നുള്ളത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കണതാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഷുഗർ കുറഞ്ഞത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരാൾ പറഞ്ഞു തന്നതാണ്. ഞാൻ എന്നും ഡയബറ്റിക്കിന്റെ 16 വർഷമായിട്ട് ഞാൻ ഇംഗ്ലീഷ് ഗുളിക എന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്ത് ഇംഗ്ലീഷ് ഗുളിക കഴിക്കുമ്പോഴും നമ്മള് ഭക്ഷണ നിയന്ത്രണം എപ്പോഴും വല്ലാതെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് ആയുർവേദങ്ങളെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടി ഞാൻ ചെയ്തു കേട്ടോ. പലരും പലതും ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് ഗുണം കിട്ടിയത് മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുകൊണ്ട് എനിക്ക് ഗുണം കിട്ടി. അപ്പൊ എല്ലാവരും ചെയ്തു നോക്കണം. അപ്പൊ അതൊന്നുമല്ല, നമ്മളെ കാണിച്ചു തരാം. കണ്ടോ അടിയിലേക്ക് കണ്ടോ നെല്ലിക്കര പോലെ. അപ്പൊ കണ്ടല്ലോ, ഇതാണ് നമ്മളെ കിഴാർ നെല്ലിയാണ്. കണ്ടല്ലോ ഈ കിഴാർ നെല്ലി നമ്മൾ താമൂലം എടുക്കാം. ഒന്നിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊരു 2 3 2 മുരട് മതി. നമുക്ക് നല്ല വലുതാണെങ്കിൽ 2 മുരട് മതി. ഒന്നിച്ച് നന്നായി കഴുകിയിട്ട് ഒരു കുഞ്ഞേര് നെല്ലിക്കട അത്ര, വലിയ നെല്ലിക്കട അത്ര വേണ്ട, കുഞ്ഞേര് നെല്ലിക്കട അത്ര ഇത് നമ്മൾ അമ്മിയിൽ അരച്ചിട്ട് 2 3 മണി കുരുമുളക്, കണ്ടോ നമ്മളെ നാടൻ കുരുമുളക് കണ്ടല്ലോ, 2 3 മണി കുരുമുളകും കൂട്ടിയിട്ട് രാവിലെ വെറുവയറ്റിൽ കഴിച്ചപ്പോൾ എനിക്ക് 470 ഉണ്ടായിരുന്ന 470 ഉണ്ടായിട്ടില്ല, 370 ഉള്ള ഷുഗർ എനിക്ക് കുറഞ്ഞിട്ട് ഒരു 145 അങ്ങനെയൊക്കെ ആയി. പക്ഷെ ഓരോ ദിവസം എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ അല്ല കേട്ടോ. ഈ ആഴ്ച നോക്കണ ഷുഗറിന്റെ കുറച്ചൊരു വേരിയേഷനൊക്കെ നമുക്ക് 5 10 ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ഈ 470 എന്നുള്ളത് ചില സമയത്ത് എനിക്ക് 460 480 അങ്ങനെ ആ ഒരു എനിക്ക് 400ന്റെ മുകളിലേക്ക് ഇതുവരെയും ഷുഗർ പോയിട്ടില്ല. അപ്പൊ ഈ പ്രമേഹത്തിന് എന്ത് മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പ്രമേഹം എന്ന് പറഞ്ഞാൽ ഷുഗർ ടൈപ്പ് 1 ടൈപ്പ് 2 അങ്ങനെ പല തരത്തിലുണ്ട്. ചിലവർക്ക് അത് ഇംഗ്ലീഷ് ഗുളിക കഴിച്ചാൽ മാത്രമേ നമ്മളെ ശരീരത്തിൽ ഒന്നുമില്ല, അത് കുറയൊന്നുമില്ലെങ്കിലും കൂടാതെ നോർമലാക്കി ഇങ്ങനെ നിർത്തിക്കൊണ്ടുപോകും. കൂടാതെ എന്നുവെച്ചാൽ പെട്ടെന്ന് കൂടാതെ അങ്ങനെ ഈ ഗുളിക കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ ആവും. നമ്മൾ മരണം വരെ പിന്നെ ഗുളികയ്ക്ക് അടിമകളാണ്. മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ തുടക്കക്കാര് ശ്രദ്ധിക്കണം. ഡോക്ടറെ അടുത്ത് ആദ്യം പോകുമ്പോൾ നമുക്ക് ഷുഗർ ഉണ്ടെന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഡോക്ടറോട് ചോദിക്കണം. ഇതിന്റെ ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ മനസ്സിലാക്കണം. ചില ഷുഗറിന് ഇംഗ്ലീഷ് ഗുളിക കഴിച്ചേ പറ്റുള്ളൂ. നമ്മൾ ഷുഗർ ഉള്ളവരെ കാണുന്നുണ്ടല്ലേ, ഒരുപാട് പേരെ നമ്മൾ നേരെ വിളിച്ചാൽ കാണുന്നുണ്ട്. പക്ഷെ ചിലവർ കണ്ടിട്ടില്ലേ, മെലിഞ്ഞിട്ട് വല്ലാതെ ശോഷിച്ചും കൊണ്ടാവും. ചിലവർക്ക് യാതൊരു കുഴപ്പമില്ല, നല്ല തടിച്ചു കൊണ്ടന്മാര്, അവർക്ക് ഷുഗർ ഉണ്ടെന്ന് നമുക്ക് തോന്നില്ല. ചിലവരെ മെലിവ് കാണുമ്പോൾ തന്നെ നമ്മൾ പറയും അതിന് ഷുഗർ പിടിച്ചു തോന്നുന്നു കേട്ടോ, അല്ലാതെ കയ്യും കാലും പരവശായിക്കണമെന്ന്. അതേപോലെ തന്നെയായിരുന്നു എനിക്ക് ഷുഗർ വന്നപ്പോൾ. ഒരു 15 കിലോ വെയിറ്റ് ലോസ് ആണ് എനിക്ക് ആദ്യം കണ്ടത്. പിന്നെ എനിക്ക് കണ്ണ് മങ്ങ, അന്ന് കുട്ടികൾ ചെറുതാണ്, പുസ്തകത്തിലെ പാഠങ്ങൾ അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കാൻ എനിക്ക് കണ്ണിന് കാഴ്ച കുറവാണ് വന്നത്. ചിലവർക്ക് ഇത് കാരണം കണ്ണടിച്ചു പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയോ? ഡോക്ടറെ അടുത്ത് പോകും. നമുക്ക് തീരെ കണ്ണ് കാഴ്ച പോകുമ്പോൾ മാത്രം നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും. അപ്പൊ നമുക്ക് ഷുഗറിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ വെള്ളം ദാഹം, തൊണ്ട വരള്, ഇതൊക്കെ നമുക്ക് വെള്ളം ചങ്കു കൂടെ കുടിച്ചിറക്കിയാലും തൊണ്ട വരളിച്ച മാറുന്നില്ല, ദാഹവും മാറുന്നില്ല. എത്ര വെള്ളം കുടിച്ചാലും അതൊക്കെ ഷുഗറിന്റെ തുടക്കക്കാർക്കുള്ള ലക്ഷണങ്ങൾ തന്നെയാണ്. പിന്നെ ചിലവർക്ക് എപ്പോഴും മൂത്രമൊഴിക്കാനുള്ള ഒരു ടെൻഡൻസി ചിലവർക്ക് നല്ലോണം ഉണ്ട്. ചിലവർക്ക് അതൊക്കെ നോർമലാട്ടോ. ചിലവർക്ക് രാത്രി ഉറക്കം ശരിയാവായ ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതിന് ഒരുപാട് നമ്മൾ നാട്ടുമരുന്നുകൾ കഴിക്കാം. ഇതിലത്തെ ഏതെങ്കിലും നിങ്ങൾക്ക് പറ്റിച്ചാൽ നിങ്ങൾ കഴിച്ചോട്ടേച്ച് പറഞ്ഞു തരാണ്. ഞാൻ ആദ്യകാലത്തൊക്കെ എന്താ ചെയ്തിരുന്നെന്നറിയോ? നെല്ലിക്ക, പച്ചമഞ്ഞൾ, നെല്ലിക്ക 2 എടുക്കും, ഒരു ഇത്ര പോകുന്നൊരു കഷ്ണം പച്ചമഞ്ഞൾ എടുക്കും. അത് നമ്മൾ അമ്മിയിൽ നന്നായിട്ട് അരച്ചിട്ട് വിഴുങ്ങല്ല അത് ചെയ്യണം. അതിന്റെ ജ്യൂസ് പിഴിയും ഞാൻ. ചെറിയൊരു വെളുത്തൊരു തുണി വൃത്തിയിലാക്കി വെച്ചിട്ട് അത് പിഴിഞ്ഞ് ഒരു സ്പൂണ് നമ്മൾ കുടിക്കുക രാവിലെ വെറുവയറ്റില്. അത് കഴിച്ചിട്ട് നമ്മൾ 1 മണിക്കൂർ നേരത്തേക്ക് പിന്നെ ഒന്നും പാടില്ല, ചായയും കാപ്പിയും ഒന്നും പാടില്ല. അങ്ങനെ വെറുവയറിൽ അത് കുടിച്ചിട്ട് അങ്ങനെ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം. അതല്ലെങ്കിൽ നമ്മൾ രാവിലെ ഉലുവ വെള്ളം, നമുക്കൊക്കെ എളുപ്പമാണ്. തലേ ദിവസം നമ്മൾ 1 സ്പൂൺ ഉലുവ കഴുകി തിളപ്പിച്ചാറിയ വെള്ളത്തിലിട്ട് വെക്കുക. രാവിലെ അതൊന്ന് ഞെരടി പിഴിഞ്ഞിട്ട് അതിന്റെ വെള്ളം, അത് അരിക്കണമെന്നൊന്നുമില്ല, ഉലുവയല്ലേ നമ്മൾ കുടിക്കുമ്പോൾ ചങ്ക കൂടെ ഇറങ്ങിപ്പോ 1 മണിയൊന്നും നമുക്ക് അത്ര മണിയൊന്നും പെടാതെ നമ്മൾ നല്ല അരിക്കി ചായയുടെ അരിപ്പയിലൊന്നും പറഞ്ഞാൽ അത് അരിയില്ല. അപ്പൊ തുണി തന്നെ എടുത്തിട്ട് അരിക്കുക. ഞാൻ അരിക്കാറില്ല, മണികളൊക്കെ ഒന്ന് മാറ്റും സ്പൂൺ കൊണ്ട്, എന്നിട്ട് അതാണ് കുടിക്കും. അങ്ങനെ നമ്മൾ കുടിച്ചാൽ നമുക്ക് കുറച്ചൊക്കെ ഷുഗർ പിടിച്ചു നിർത്താൻ പറ്റും. പിന്നെ നമ്മളെ ക്ഷീണങ്ങളൊക്കെ മാറും നമുക്ക് ഈ ഉലുവ വെള്ളം കുടിച്ചാൽ. ശരീരമൊക്കെ ഒന്ന് പോഷിക്കും. കാരണം അല്ലാതെ മെലിവുള്ളതൊക്കെ ഒന്ന്
മാറും. ഷുഗർ ഉള്ളവർക്ക് അങ്ങനെയാണ് ഉലുവ വെള്ളം കുടിച്ചാല്. പിന്നെ നമുക്ക് രാവിലെ വെറുവയറ്റിൽ പിന്നെ എന്ത് ചെയ്യാന്നോ, നമ്മളെ ഈ 5 ഇതളുള്ള ചുവന്ന ചെമ്പരത്തി ഇല്ലേ, 5 ഇതളുള്ള ചുവന്ന ചെമ്പരത്തി നമ്മൾ ഇതേമാതിരി കഴുകി വെള്ളം തിളച്ചിട്ട് നമ്മൾ ചെമ്പരത്തി പൂവിലേക്ക് വെള്ളം കൂടി പാർന്നാൽ മതി. മനസ്സിലായില്ലേ? വാർന്നതിന് ശേഷം അതിനപ്പൊ ഒരു ഡാർക്ക് കാപ്പി കളർ വരും. അപ്പൊ ആ കാപ്പി കളർ മാറും. നമ്മൾ ഒരു 4-5 തുള്ളി ചെറുനാരങ്ങ അതിലേക്ക് വെറ്റിക്കുക. എന്നിട്ട് ഇളക്കിയിട്ട് ഉപ്പിടാതെയാണ് ഞാൻ കുടിക്കാറ്. അങ്ങനെ കുടിച്ചാലും നമുക്ക് എല്ലാതും ഒരേപോലെ തന്നെ വേണ്ടാച്ചാൽ നമുക്ക് ഇങ്ങനെ മാറി മാറി ഇതിലത്തെ ഏതാ നിങ്ങൾക്ക് പറ്റാറില്ല. ഇതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ നമ്മളെ ചിറ്റമൃതിന്റെ വള്ളിയില്ലേ, ചിറ്റമൃത് വേലിയുമ്പ് കൂടെ ഒക്കെ ഉള്ളത്, ഈ നമ്മളെ കാവത്താന്നാ തോന്നുന്നത് ചിറ്റമൃതിന്റെ വള്ളിയും വേലിയും കണ്ടാക്കിയപ്പോ അത് കാണിച്ചു തരണമെങ്കിൽ ഇപ്പൊ എനിക്ക് ചിറ്റമൃത് കിട്ടാറില്ല. അപ്പൊ അതിന്റെ വള്ളി നമ്മൾ തലേ ദിവസം രാത്രി തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുത്തിച്ചതച്ചിടുക. രാവിലെ അതിന്റെ വെള്ളം കുടിക്കുക. ഇതും ഷുഗർ നമുക്ക് നോർമലാക്കും. പിന്നെ നമ്മളെ വെണ്ടയ്ക്ക, നമ്മളെ കറി വെക്കണ വെണ്ടയ്ക്കല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യണം, 4ആക്കി മുറിക്കുക. നല്ല കഴുകുക. അതിന്റെ നന്നായിട്ട് വൃത്തിയിൽ കഴുകി മൂട് ചെത്തി കളഞ്ഞിട്ട് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ 4ആക്കി കീറിയിട്ട് നമ്മൾ ആ വെള്ളത്തിലിട്ട് വെക്കുക. ഞാൻ തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് ഇതൊക്കെ ഇട്ട് വെക്കേണ്ടത്. രാവിലെ വെറുതെ ആ വെള്ളം കുടിക്കുക. ഇത് എന്ത് കുടിക്കുമ്പോഴും ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇതിലത്തെ ഏതാ നിങ്ങളുടെ ശരീരത്തിന് പറ്റിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഷുഗർ പലതരം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതിലത്തെ ഏതെങ്കിലും ഒക്കെ. പിന്നെ തെങ്ങിന്റെ വേര്, ഈ പുറത്തേക്ക് കാണുന്ന വെളുത്ത വേരില്ലേ, ഉണങ്ങിയ വേരല്ല, അതെ പച്ചപ്പുള്ള മഞ്ഞ കളറുള്ള നമ്മളെ കൂമ്പിന്റെ കളറുള്ള വേരുണ്ട്, അത് കുത്തിച്ചതച്ചത് ഇതേപോലെ അത് രാവിലെ തിളപ്പിച്ചാൽ മതി കേട്ടോ. അത് തിളപ്പിച്ചിട്ട് അതിന്റെ വെള്ളം നമ്മൾ കുടിക്കുക. ഒരു ഗ്ലാസ് ഒക്കെ ഓരോ ഗ്ലാസ് കുടിക്കുക എല്ലാതും. എന്നിട്ട് അപ്പോഴും നമ്മൾ 1 മണിക്കൂർ നേരത്തിന് ഒരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല. ഇത് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് വേണമെന്നറിയോ, നമ്മളെ വീട്ടിൽ ഗ്ലൂക്കോമീറ്റർ ഉണ്ടെങ്കിൽ അതിൽ 10ഉം 15ഉം കൂടുതലാണ് കാണിക്കുക. അപ്പൊ നമ്മളെ ഗ്ലൂക്കോമീറ്ററിൽ മാത്രമായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ അടുത്ത ലാബിൽ പോയിട്ട് എന്ത് കഴിക്കുമ്പോഴും നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തണം. വല്ലാതെ ഷുഗർ കുറഞ്ഞാലും നമ്മൾ കയ്യും കാലും വിറച്ച് നമുക്ക് വയ്യാതെയും തൊണ്ട വരണ്ട് നമുക്ക് ക്ഷീണാവസ്ഥയാണ്. അല്ലാതെ ഇത് തീരെ കുറയാതിരിക്കുമ്പോൾ അതും നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, ഇല്ല ഞാനും തെങ്ങിന്റെ വേര് കുത്തിച്ചതച്ച വെള്ളം കുടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ ജീരക വെള്ളം കുടിക്കാം. അതേപോലെ ജീരകം വറുത്തിട്ട് നമുക്ക് അയമോദകം, ജീരകം, കുരുമുളക്, ഇഞ്ചിക്ക് പകരം ചുക്ക്, ഇതൊക്കെ നമ്മൾ വറുത്തിട്ട് ഒരു കാപ്പി രൂപേന, ചിലവര് ശർക്കരയൊന്നും ഇടാൻ പാടില്ല കേട്ടോ, അതില് കാപ്പിപ്പൊടി ഇങ്ങനെ നുള്ളിയിട്ട് ലേശം ഇടുക. എന്നിട്ട് നമ്മൾ ആ വെള്ളവും രാവിലെ കുടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 1 മണിക്കൂർ നേരത്തിന് ഒന്നും കഴിക്കുന്നില്ല. ഇതൊക്കെയും ചെയ്യുമ്പോഴും നമ്മള് ഡോക്ടറല്ല, മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ വേറെ ലാബിൽ തന്നെ പോയിട്ട്, നമ്മളെ ഗ്ലൂക്കോമീറ്റർ ചിലപ്പോൾ കണക്ക് തെറ്റായിരിക്കാം, നമ്മൾ ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഉറപ്പ് വരുത്തണം. പിന്നെ നിങ്ങൾക്കറിയാലോ, പൊണ്ണത്തടി കുറയ്ക്കാൻ നമ്മൾ ഷുഗർ ഉള്ളവർ നന്നായി ശ്രമിക്കണം. നമ്മൾ ഈ പൊണ്ണത്തടി നമുക്ക് എപ്പോഴും ഒരു എക്സസൈസ്, നമുക്ക് യോഗ ചെയ്യാനും ഒന്നിനും സമയം കിട്ടണവരല്ലേ വീട്ടമ്മമാർക്ക് വന്നാൽ നല്ല ബുദ്ധിമുട്ടാണ്. അവരെന്ത് ചെയ്യാന്നോ, വൈകുന്നേരം 1/2 മണിക്കൂർ വാക്കിങ്, രാവിലെ സമയം ഉണ്ടെങ്കിൽ രാവിലെ 1/2 മണിക്കൂർ, വെയിൽ ചൂടാവണതിന്റെ മുന്നേ വേണം രാവിലെ ചെയ്യുമ്പോൾ, വൈകുന്നേരത്തും വെയിൽ ആറിയതിന്റെ ശേഷം വേണം നമ്മൾ 1/2 മണിക്കൂർ നമ്മൾ എക്സസൈസ്. എന്താണെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് നമ്മളെ എക്സസൈസ്. അടുക്കളയിൽ എത്ര പണിയുണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മളെ വാക്കിങ്. അപ്പൊ നമ്മളെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നേരെ പോലെ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വാക്കിങ് ചെയ്യണം. നമ്മൾ ഡയബറ്റീസിന്റെ ഒരു ആസ്പത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ മനസ്സ് മടുക്കുന്നുണ്ടല്ലേ. കാര്യമായിട്ട് ഞാൻ പോണ ഹോസ്പിറ്റലിന്റെ കാര്യം എനിക്ക് നല്ല അനുഭവമാണ്. കാരണം മുറി കെട്ടാനാണ് എല്ലാവരും വരുന്നത്. അവരുടെ കാലിൽ ഒരു മുറി എന്തെങ്കിലും അറിയാതെ തട്ടാണ്, അത് നമ്മൾക്ക് പഴുപ്പ് കയറി കാല് മുറിക്കുന്നുണ്ട്, വിരല് മുറിക്കുന്നുണ്ട്. അത് മാത്രമേ നമ്മൾ കാണുള്ളൂ. പിന്നെ കിഡ്നിയുടെ പ്രശ്നം, നമുക്കപ്പോ കിഡ്നിയുടെ പ്രശ്നം, എല്ലാതും ലിവറിന്റെ ഹാർട്ടിന്റെ പ്രശ്നം, സ്ട്രോക്ക് വരിക, ഇങ്ങനെ നമ്മളുടെ ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ രോഗത്തിന്റെയും മാതാവ് അമ്മയാണ്. അവിടുന്ന് പൊട്ടിപ്പൊന്നുന്ന അസുഖങ്ങളാണ് കൂടുതലും. അപ്പൊ ഇന്ന് നമ്മളെ 100 പേരെ എടുത്താൽ 90 പേർക്കും ഷുഗർ ഉണ്ട്. കാരണം നമ്മളെ വ്യായാമക്കുറവ്, നമ്മളെ ഭക്ഷണ രീതി അങ്ങനെയാണ്. അപ്പൊ ഇതിന് ഭക്ഷണ രീതിക്ക് നല്ല പ്രത്യേകത ഉണ്ട്. നമ്മൾ രാവിലെ എന്തെങ്കിലും ഒന്ന് നമ്മൾ വെറുവയറിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു വെള്ളം, ജ്യൂസോ ഇനി ഒന്നുമില്ലെങ്കിൽ കിഴാർനെല്ലി അരച്ചതോ, കിഴാർനെല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോഷമൊന്നുമില്ല കേട്ടോ. അത് എല്ലാവർക്കും പറ്റുമെന്ന് എനിക്കറിയില്ല, എനിക്ക് സൂട്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഈ മഞ്ഞപ്പിത്തത്തിനും കിഴാർനെല്ലി അരച്ച് കുടിക്കുന്നുണ്ട്. അത് നമ്മളെ മഞ്ഞപ്പിത്തം മാറുന്നവരെ, മാറിയാലും ഒരു 6 മാസം 7 മാസം എൻ്റെ അച്ഛനും മഞ്ഞപ്പിത്തം വന്നിട്ട് എനിക്ക് അനുഭവമാണ്. ഞാനാണ് അമ്മിയിൽ അരച്ചു കൊടുക്കുക. കിഴാർനെല്ലി നന്നായി കഴുകി സമൂലം അരച്ചിട്ട് അച്ഛൻ മോരില് വെറുവയറിൽ കുടിച്ചിരുന്ന ഒരു ഗ്ലാസ്. അപ്പൊ അങ്ങനെ അച്ഛനെ അരച്ചു കൊടുത്തിട്ട് എനിക്കറിയാം കിഴാർനെല്ലി വിഷമല്ല എന്ന് എനിക്കറിയാം. പിന്നെ ആ കാലത്ത് തന്നെ അച്ഛൻ എന്ത് ചെയ്യുമെന്ന് അറിയോ, കിഴാർനെല്ലി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നുണ്ട് അച്ഛൻ.
എന്താ വെച്ചാൽ മഞ്ഞപ്പിത്തം ഇല്ലാത്തപ്പോഴും ഉള്ളപ്പോഴും. എനിക്കിപ്പോ തോന്നുന്നു അന്ന് ഈ അച്ഛന് ഈ പ്രമേഹം എന്നാണ് അന്ന് പറയാം. നമുക്ക് ഈ ഷുഗർ എന്നുള്ള ഇംഗ്ലീഷ് വാക്കുകളൊന്നും അറിയുന്നില്ല. അപ്പൊ അച്ഛൻ അന്നൊന്നും ഇംഗ്ലീഷ് ഗുളിക കഴിക്കണമില്ല. അച്ഛൻ ഒരു ഗുളികയും കഴിക്കുന്നില്ല. അപ്പൊ അച്ഛൻ ഇതിന്റെ വെള്ളം കുടിച്ചാൽ അച്ഛന് ആശ്വാസം ഉണ്ടായിരിക്കാം. കാരണം ശരീരവേദന എല്ലാം അവിടെയും ഇവിടെയൊക്കെ വേദനയാണ് ഷുഗറിന്റെ ഒരു പ്രഥമ ലക്ഷണം തന്നെ. നല്ലൊരു വേദന എപ്പോഴും ഉണ്ടാവും നമ്മൾക്ക് കൈകാലുകളൊക്കെ. അപ്പൊ അച്ഛൻ അത് കുറയുന്നുണ്ടായിരിക്കാം. മഞ്ഞപ്പിത്തവും പിടിച്ചു അച്ഛൻ അതില്. അപ്പൊ ഇതൊക്കെ കഴിച്ചപ്പോ അച്ഛന് ഭേദം ഉണ്ടായിരിക്കാം. പിന്നെ അച്ഛൻ ഇങ്ങനെ എന്നും കിഴാർനെല്ലി ഒരെണ്ണം ഇട്ടിട്ട് അച്ഛൻ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നുണ്ട്. അച്ഛന് പ്രഷറും ഉണ്ടായിരുന്നു. പ്രഷറിനും നല്ലതാണ് കിഴാർനെല്ലി എന്നാണ് അച്ഛന്റെ വിശ്വാസമാണ്. അച്ഛൻ ഒരു വൈദ്യര് പറഞ്ഞു കൊടുത്താണ്. അത് അച്ഛൻ എപ്പോഴും അങ്ങനെ ഈ കിഴാർനെല്ലി അച്ഛന് വൈദ്യര് പറഞ്ഞു കൊടുത്താണ്. അപ്പൊ അച്ഛൻ അതിന്റെ ശേഷം അച്ഛന് ഇതുവരെ അന്ന് മരണം വരെ അച്ഛൻ അതിൻ്റെതായ ദോഷങ്ങളൊന്നും പിന്നെ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ അപ്പൊ നമ്മൾ ഭക്ഷണത്തിൽ നല്ല നിയന്ത്രണം വേണം. എന്താ വെച്ചാൽ നമ്മൾ രാവിലെ നല്ല ഡയറ്റ് ഉണ്ടാവണം. അപ്പൊ നമ്മൾ 2 ദോശ കഴിക്കുകയാണെങ്കിൽ 2 കോഴിമുട്ടയുടെ വെള്ളം നമുക്ക് ഒപ്പം കഴിക്കാം. നമുക്ക് വിശക്കാനൊന്നും പറ്റില്ല. പ്രോട്ടീനുള്ള ഭക്ഷണമായി. പിന്നെ നമ്മൾ 11 മണി സമയത്ത് ഒരു ഗ്ലാസ് പാലും വെള്ളമോ എന്തെങ്കിലും ഒരു ചായയുടെ പലഹാരം എന്തെങ്കിലും ഒന്ന് കഴിക്കണം. പിന്നെ ഉച്ചയ്ക്ക് നമുക്കൊരു ലേശം ചോറേ കഴിക്കാവുള്ളൂ. അപ്പൊ നമ്മൾ ചെറുപയർ വേവിച്ചത്, ചീര വേവിച്ചത്, ഇലക്കറികള്, പച്ചക്കറി 4 ആക്കണം. നമ്മളെ പ്ലേറ്റിന് 4 ആക്കി നമ്മൾ ഇൻഡ്യൂന്ന് എഴുതിയേണ്ടി ആക്കണം. ഒരു കള്ളിയിൽ ചോറ്, ഒരു കള്ളിയിൽ പച്ചക്കറി, ഒരു കള്ളിയിൽ നമ്മളെ എന്താ പറയുക പയറുവർഗ്ഗങ്ങൾ വേവിച്ചത്, പിന്നെ ഒരു കള്ളിയിൽ നമുക്ക് ഉപ്പേരിയോ എന്തൊക്കെ വെച്ചാൽ അങ്ങനെ നമ്മൾ എന്ത് സലാഡുകള് അങ്ങനെ ഞാൻ കഴിക്കാറ് കേട്ടോ. നമ്മളെ തക്കാളി നല്ലതാണ് ശരീരത്തിന്. തക്കാളി പിന്നെ അതുപോലെ നമ്മളെ ഇതുണ്ടല്ലോ കക്കരിക്ക ഒരു നുള്ള് നമുക്ക് വേണമെങ്കിൽ ഒരു ഉള്ളി അതിൽ കൂട്ടാം. ഒരു ക്യാരറ്റിന്റെ ഒരു പൊട്ട് ഇടാം. ക്യാരറ്റ് അധികം വേണ്ട, ദോഷമൊന്നുമില്ല. ഒരു പൊട്ട് ക്യാരറ്റ് ഇടാം. എല്ലാം കൂടി ഒരു നുള്ള് നമ്മൾ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ഒരു ലേശം കുരുമുളക് പൊടി ഉപ്പിട്ടിട്ട് നമ്മൾ അത് സലാഡും. അപ്പൊ 4 ആക്കി ഡിവൈഡ് ചെയ്യണം. അപ്പൊ 4-ൽ 1 ചോറ്, ബാക്കി പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും സലാഡും അങ്ങനെയൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കണം. പിന്നെ 4 മണിക്ക് നമുക്ക് പാലും വെള്ളം ചായയും കാപ്പി നമ്മൾ 1-ഓ 2-ലും ഇത് ഒരിക്കലും ഷുഗറുകാർ കഴിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ കഴിച്ചിട്ട് നമ്മൾക്ക് 4 മണിക്കും എന്തെങ്കിലും ലഘു പലഹാരം കഴിക്കാം. അപ്പൊ നമുക്ക് ക്ഷീണം തളർച്ചയും കുറയും അങ്ങനെയാകുമ്പോൾ. പിന്നെ നമ്മൾ നല്ല വെള്ളം കുടിക്കണം. ഡെയിലി നമുക്ക് ഒരു ഫ്രൂട്ട്സ് കഴിക്കാം. ഭക്ഷണത്തിന്റെ ഒപ്പം കഴിക്കരുത്. ഇട സമയത്തിൽ നമ്മൾ ഒരു ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം. അത് ഞാൻ അങ്ങനെ പാലിച്ചു വരുന്നുണ്ട്. എനിക്ക് ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ഒരു ഫ്രൂട്ട്സ് ഞാൻ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കണം നമ്മൾ. പിന്നെ നമ്മൾ രാത്രിയിലെ ഭക്ഷണം എങ്ങനെയെന്ന് വെച്ചാലേ കാണിച്ചു തരാം. രാത്രിയിലെ ഭക്ഷണം എങ്ങനെയാ വെച്ചാൽ അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയോ? ഇതിന് ഒരു ബൗളൊന്നും എടുക്കണ്ട കേട്ടോ. ഇത് ഒരു ബൗൾ എടുക്കേണ്ട. അതിന് 1/2 ബൗളേ നമ്മൾ എടുക്കാവൂ. ഇത് ചെറിയ ബൗളാണ്. ഒരു കുഞ്ഞി ക്ലാസ്സിന് 1/2 ഗ്ലാസ് ഞാൻ അരി എടുക്കാറുള്ളൂ. അരിയല്ല, അത് ഞാൻ എന്ത് ചെയ്യുന്നു, എല്ലാം 1.5 കിലോ കൊടുന്ന് ഇതാക്കി വെക്കുന്നതാണ്. എനിക്ക് അത് കഴിച്ചിട്ട് കുഴപ്പം കാണുന്നില്ല. ചെറുപയറാണ് ഒരു ഇൻഗ്രീഡിയൻസ്. ഒന്ന് നമ്മൾ ഉലുവയാണ്. 1/2 കിലോ ചെറുപയർ, 1/2 കിലോ ഉലുവ, 1/2 കിലോ സൂചി ഗോതമ്പിന്റെ നുറുക്ക്, പിന്നെ 1/2 കിലോന്റെ താഴെയാണ് അരി എടുക്കാവൂ. അരി നമ്മൾ 1/4 കിലോനെ എടുക്കാവുള്ളൂ. അങ്ങനെ ഞാൻ കൂട്ടിക്കലർത്തി വെക്കും. അപ്പോൾ അത് നമ്മൾ രാവിലെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് കുക്കറിൽ 1-ഓ 2-ഓ വിസിൽ അടിച്ചിട്ട് നമ്മൾ ഞാൻ വേവിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പിഞ്ച് ജീരകം, നല്ല മണം കിട്ടും ചെയ്യും, രുചി കിട്ടും. പിന്നെ അതുപോലെ നമ്മൾക്ക് ശരീരത്തിന് നന്ന് ഒരു പിഞ്ച് ജീരകം. പിന്നെ കിഴാർനെല്ലി ഇട്ടിട്ട് വെക്കണവരുണ്ട്. ഞാൻ കിഴാർനെല്ലി ഇടാറില്ല. കിഴാർനെല്ലിയുടെ മണം രാവിലെ തന്നെ കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടാവണില്ല. അപ്പൊ ഞാൻ രാത്രിയിൽ ആ ഭക്ഷണത്തിൽ കിഴാർനെല്ലി ഇടാറില്ല കേട്ടോ. നമുക്ക് ഒരു സമയത്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അതും ഇപ്പൊ കഴിച്ചിട്ട് ഇഷ്ടമില്ല. പക്ഷെ ഞാൻ ഡെയിലി 16 വർഷമായിട്ട് രാത്രി ഇതാണ് ഭക്ഷണം. ചപ്പാത്തിയും ചോറും ദോശ ഇഡ്ഡലി ഒന്നും അല്ല. ഇത് നമ്മൾ കുക്കറിൽ വറ്റിച്ചിട്ട് കഴിക്കണം. വെള്ളമായാൽ നമുക്ക് ഷുഗർ കൂടും. അപ്പൊ നമ്മളിത് ഉപ്മാവിന്റെ പോലെ ആക്കിയിട്ട് ഒരു ലേശം മതി കഴിക്കുക. അപ്പൊ അതിന്റെ കൂടി നമ്മൾ സൈഡ് ഡിഷായിട്ട് എടുക്കേണ്ടത് എന്താണെന്നറിയോ? കടല വേവിച്ചതോ, ചെറുപയറോ ഓൾറെഡി അതിലുണ്ടല്ലോ, കടല വേവിച്ചതോ അല്ലെങ്കിൽ വല്ല ഇലക്കറികളോ എന്തെങ്കിലും കൂട്ടാന്റെ കഷ്ണമെങ്കിലും അല്ലെങ്കിൽ ഉപ്പേരിയോ എന്തെങ്കിലും നമ്മൾ സൈഡിൽ ലേശം നമ്മൾ ഇത് എടുത്തതിനേക്കാൾ അളവിൽ അത് എടുക്കാൻ ശ്രമിക്കണം. ഭക്ഷണം എന്നാലേ നമ്മളെ വയറ് നിറയുള്ളൂ. എന്നാൽ തീരെ വയറ് നിറയാതിരിക്കാനും പാടില്ല. അപ്പൊ പിന്നെ രാത്രിയിലത്തെയും രാവിലത്തെയും ഭക്ഷണം സമയം നല്ല ശ്രദ്ധിക്കാണ്ട് കേട്ടോ. രാവിലത്തെ ഭക്ഷണം നമ്മൾ 8 മണിന്റെ മുന്നേ ആയിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കണം. മാക്സിമം 8 മണി വരെ. വൈകുന്നേരത്തെ ഭക്ഷണം നമ്മൾ 8 മണിന്റെ മുന്നേ കഴിക്കണം. 7:15 തുടങ്ങാൻ നമുക്ക് കഴിക്കില്ല കേട്ടോ. കാരണം നമ്മൾ കിടക്കുമ്പോഴേക്ക് നമ്മളെ ഭക്ഷണം ദഹിച്ച് കഴിയണം. ഷുഗർ പേഷ്യന്റിന് പ്രത്യേകിച്ചും അങ്ങനെയാണ്. അല്ലെങ്കിൽ നമുക്ക് ക്ഷീണവും തളർച്ചയൊക്കെ വരും. പിന്നെ നമ്മളെ വെള്ളം കൂടിയൊക്കെ നമ്മളൊരു 8 മണിയാകുമ്പോഴേക്കും നമ്മൾ അത്യാവശ്യം 3 ലിറ്റർ വെള്ളം നമ്മൾ നല്ലോണം കുടിക്കണം കേട്ടോ. നമ്മൾ എന്താ പറയാ, ദാഹിച്ചില്ലെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം കുടിക്കണം. അത് മോരും വെള്ളമോ ചെറുനാരങ്ങ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ നമുക്ക് നല്ലതാ. അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എഞ്ചി കുത്തി ചതച്ചിട്ടുള്ള വെള്ളം കുടിച്ചാൽ, ഞാൻ എഞ്ചി ചതച്ച വെള്ളമാട്ടോ കുടിക്കുക. എനിക്ക് മോരും വെള്ളമൊക്കെ തണുപ്പ് എനിക്ക് തൊണ്ടയ്ക്ക് പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്നും എഞ്ചി ചതച്ച വെള്ളം കുടിക്കണം. ഇതുവരെയും ഞാൻ അങ്ങനെ കുടിച്ചു പോരുന്നത്. അപ്പൊ അതിനൊന്നും ഒരു ദോഷമില്ല. അപ്പോൾ നമുക്ക് നല്ല ഉറങ്ങണം.
ഉറങ്ങണം. ഉച്ചയ്ക്ക് നമുക്കൊന്ന് മയങ്ങാനേ പാടുള്ളൂ, ഉറങ്ങരുത് കേട്ടോ. പകലുറക്കം വന്നാൽ നമ്മൾ പൊണ്ണത്തടി കാരണം നമുക്ക് ഷുഗർ അടിച്ചു കയറും. അപ്പോൾ നിങ്ങൾ പകലുറങ്ങരുത്. പകലൊന്ന് മയങ്ങുക, ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് എടുക്കാം, ഉറങ്ങരുത്, ഒന്ന് മയങ്ങുക, അത്രേ പാടുള്ളൂ. രാത്രി നല്ല ഉറക്കം കിട്ടും. നമ്മൾ 8 മണിന്റെ മുന്നേ വെള്ളം കൂടി കഴിക്കണം. എന്നിട്ട് അങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ മൂത്രം ഒഴിച്ച് കിടക്കുക. എന്നിട്ട് നമ്മൾ നാമം ജപിച്ച് കിടന്നാൽ നമുക്ക് നല്ല ഉറക്കം കിട്ടും. അങ്ങനെയൊക്കെ നോക്കിയാൽ നമ്മളെ ഷുഗർ അടിച്ചു കയറാതിരിക്കും, നമുക്ക് നോർമലായിട്ട് നിൽക്കും. ജീവിതാവസാനം വരെ ഗുളിക കഴിക്കേണ്ടി വരുന്നുണ്ട് നമുക്ക്. എങ്കിലും തുടക്കക്കാരോട് ഞാൻ പറയുകയാണ്, ഗുളിക കഴിക്കാത്തവർ ഗുളിക കഴിക്കരുത്. ഭക്ഷണത്തിൽ ഇങ്ങനെ നിയന്ത്രിച്ച്, ഗുളിക കഴിച്ചാലും ഭക്ഷണ നിയന്ത്രണം എന്തായാലും വേണം. പിന്നെ എന്തിനാ ഗുളിക കഴിക്കണം? ഗുളിക കഴിക്കാതെ നിങ്ങൾ നിയന്ത്രിച്ചിട്ട് ഷുഗർ കമ്മിയാക്കി കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയ്ക്കേ പറയാനുള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പൊ അമ്മയുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.